മീഡിയ വൺ ബിസിനസ് കോൺക്ലേവിന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഊർജ്ജസ്വലരായ വ്യക്തികൾക്കും നമസ്കാരം. ഇത്തരം ഒരു ബിസിനസ് കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിക്കുവാനും എല്ലാവരെയും ഈ ഒരു ഊർജത്തിൽ മുന്നോട്ട് നയിക്കുവാനും മുതിർന്ന മീഡിയ വൺ ടീമിന് CEO ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ നേരട്ടെ. ബിസിനസ് കോൺക്ലേവ് എന്നുള്ളതിലുപരിയായി എനിക്ക് തോന്നുന്നു മനസ്സുകളുടെയും ആശയങ്ങളുടെയും ഒരു സംഗമവേദിയാണിത് എന്നുള്ളതാണ്. ഞങ്ങളവിടെ ഇതിനു മുൻപ് ലൗഞ്ചിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തെക്കുറിച്ചും ഇനിയുള്ള സാധ്യതകളെക്കുറിച്ചും സംസാരിക്കണമെന്ന് എന്നോട് പറയുകയായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്താണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ അതിനു മുൻപ് ഞാൻ അവിടെയും സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഇന്നലകളെയും നാളെകളെയും ഒരുപക്ഷെ പുണരുവാനായി ഒരുപാട് വ്യക്തികൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. പക്ഷേ സംരംഭകർ എന്നുള്ളവർ, മറ്റുള്ളവരെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർ എന്നുള്ളവർ എപ്പോഴും ഇന്നുകളെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഓർമ്മകളുണ്ട് വ്യക്തിജീവിതത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളുമുണ്ട്. ഈ ഓർമ്മകളും സ്വപ്നങ്ങളും രണ്ടും അടർത്തി മാറ്റിയാൽ ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും നിലനിൽപ്പ് തന്നെ ഇല്ല എന്ന് നമുക്ക് തോന്നിയെന്നിരിക്കാം. ഒരു വ്യക്തി എന്ന നിലയിലും അതിലുപരിയായി സമൂഹത്തിൽ മറ്റുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരാളെന്ന നിലയിലും നോക്കിയാൽ ഈ പറയുന്ന ഓർമ്മകൾക്കും സ്വപ്നങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനം നൽകിക്കൊണ്ട് തന്നെ, അതായത് ഭൂതകാലത്തിനും ഭാവിക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനം നൽകിക്കൊണ്ട് തന്നെ, പക്ഷേ വർത്തമാനകാലത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഏതൊരു വ്യവസായത്തിൻ്റെയും ഏതൊരു മാറ്റത്തിൻ്റെയും രഹസ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പലപ്പോഴും നമുക്ക് നിഴലിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഇടയിൽ പെട്ടുപോകാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരുപാട് പഴിചാരാനും നമുക്കൊക്കെ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഇന്നലകൾ ശരിയാവാത്തത് കൊണ്ടാണ്, അതിൻ്റെ നാളകൾ ശരിയാവാത്തത് കൊണ്ടാണ് എന്ന് പഴിചാരിക്കൊണ്ട് നമുക്ക് നിൽക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അല്ല, ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ സംരംഭകനും ഓരോ വ്യവസായിയും മാറ്റത്തിന് തുടക്കം കുറിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഒരുപക്ഷെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് ലോകത്തിനു മുൻപിൽ കേരളത്തിൻ്റെ തിലകക്കുറിയായി, കേരളത്തിൻ്റെ വികസന മുഖമുദ്രയായി നിലകൊള്ളുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളും ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എത്രമാത്രം ആത്മാർത്ഥവും അതുപോലെ തന്നെ എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചിന്തിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ പറയും. 2015 കരാർ ഒപ്പിട്ടതിന് ശേഷം, ഓഗസ്റ്റ് മാസത്തിൽ കരാർ ഒപ്പിട്ടതിന് ശേഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിനെന്ന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാത്ത ഒരു രീതിയിൽ ഓഖി ചുഴലിക്കാറ്റ് മുതൽ, നമ്മുടെ മഹാപ്രളയം മുതൽ, കോവിഡ് മുതൽ, അങ്ങനെ അനവധി പ്രതിസന്ധികൾ ഒരു സമൂഹമായി ഒറ്റക്കെട്ടായി നമ്മളെല്ലാവരും അതിജീവിച്ചു. അതിനുശേഷം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായി നമ്മൾ ആരംഭിക്കുമ്പോഴും ഓരോ ഘട്ടത്തിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു, പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ഈ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ടാണ് ഞാൻ തുറമുഖവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ MD ആയി ചുമതലയേൽക്കുന്ന സമയത്ത്
ഒരുപക്ഷെ എവിടെ തിരിഞ്ഞു നോക്കിയാലും പൂത്ത മരങ്ങൾ മാത്രം എന്ന് കവി പാടിയതുപോലെ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു പിടി വെല്ലുവിളികൾ മാത്രം എന്നുള്ള ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ആ വെല്ലുവിളികളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അത്രയധികം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുള്ള ഒരു സ്പാർക്ക് എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു തിരി കൊളുത്തുന്നത് ആ വെല്ലുവിളികൾ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നും അങ്ങനെയായിരുന്നു, ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആർബിട്രേഷൻ എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയിൽ നമ്മൾ കുടുങ്ങി നിൽക്കുകയായിരുന്നു. സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങൾ, ഇനി ഇതൊന്നും പോരാന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സ് ഇല്ലായ്മ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. അപ്പം എങ്ങനെയാണ് ഇവയെ ഓരോന്നായി മറികടക്കുക എന്നുള്ളതായിരുന്നു മനസ്സിലുദിച്ച ആദ്യത്തെ ചോദ്യം. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെയും ഒരു പ്രശ്നത്തെയും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകരുത്. എന്താണ് എന്ന് കേൾക്കണം, പഠിക്കണം, പരിഹരിക്കണം. അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാവൂ എന്നുള്ളത് ഒരുപക്ഷെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഉപദേശങ്ങളിലൊന്നതാണ് എന്ന് ഞാൻ ഇന്നും എടുത്തു പറയും. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു പോയി എന്നുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും തുടർന്ന് നമ്മുടെ പിന്നാലെ വരും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് എല്ലാ വ്യക്തികളെയും എല്ലാ പ്രശ്നങ്ങളെയും നേരിടുക, നേരിട്ട് പരിഹരിച്ചു മുന്നോട്ട് പോവുക എന്നുള്ള ഒരു വഴി, ഒരു മാർഗം നമ്മൾ തിരഞ്ഞെടുത്തത്. ഒരു പക്ഷേ അതിൻ്റെ ഫലമായിട്ടായിരിക്കണം പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചതും. ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തിൻ്റെയോ കേരളത്തിൻ്റെയോ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ആഗോള മാരിടൈം ഭൂപടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള സാന്നിധ്യം, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചുവടുവയ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സർക്കാരും അത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടാണ് എന്ന് നിസ്സംശയം എടുത്തു പറയും. കാരണം ഇന്ത്യാസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ടെർമിനൽ എന്നുള്ള ഒരു പദം നമ്മൾ പറയുമ്പോൾ കുറച്ച് സങ്കീർണമായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ എത്രമാത്രമാണ് ആഗോള വ്യവസായത്തിൽ ഏർപ്പെടുന്നത്, ആഗോള തലത്തിലുള്ള വിപണികളെ നമ്മൾ എത്രമാത്രമാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യ അത്രയും വലിയൊരു ഉപഭോക്തൃ ദേശമാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ കയറ്റുമതി ഇറക്കുമതി എന്നുള്ള രംഗത്തിൽ 25% ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമേ നമുക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിലൂടെ ഇന്ന് വരെ ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ. ബാക്കി 75% ട്രാൻസ്ഷിപ്മെൻറ്റ് എന്നുള്ളത് മറ്റ് രാജ്യങ്ങളിലുള്ള തുറമുഖങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് റവന്യൂ ലോസ് എന്നുള്ളത് മാത്രം, ട്രാൻസ്ഷിപ്മെൻറ്റ് എന്നുള്ളതിൽ മാത്രം ഭാരതം ഏകദേശം 250 മില്യൺ US$ ഒരു കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരുന്നത് ഓരോ വർഷവും ട്രാൻസ്ഷിപ്മെൻറ്റിലൂടെ മാത്രം. ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ തുറമുഖങ്ങളിൽ ചെയ്യാൻ സാധിക്കാത്തത് ഇന്ന് വരെ എന്നുള്ളതിന് ഉത്തരമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞത്തിൻ്റേതായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. എന്നിരിക്കലും ഏറ്റവും അധികം ആഴത്തിലുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് ഭാരതത്തിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. വിഴിഞ്ഞത്തിൻ്റെ ഭൂപ്രകൃതിയുടെ ഒരു വരദാനമാണത്. തീർച്ചയായിട്ടും നമുക്ക് ഡ്രാഫ്റ്റ് എന്നുള്ളത് 16 മീറ്റർ, 17 മീറ്റർ, 18 മീറ്റർ എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് ലഭിക്കും. ഒരല്പം ഡ്രിഡ്ജിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ
21 മീറ്റർ വരെയുള്ള ആഴം നമുക്ക് ലഭിക്കും. ഇനി ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ മാത്രമാണ് അകലെ എന്നുള്ളത് അടുത്തൊരു സവിശേഷതയാണ്. നമ്മുടെ ഈ പറഞ്ഞ മാരിടൈം ഭൂപടത്തിൽ ആഗോള സമുദ്രാധിഷ്ഠിത ചരക്ക് നീക്കം അതിൻ്റെ ഒരു റൂട്ട് എന്താണെന്ന് നമ്മൾ നോക്കിയാൽ അതിൽ വളരെ സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനത്തിലാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ച ഒരു വരദാനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സവിശേഷതകളെല്ലാം ഉണ്ടായിരുന്നിട്ടും നമുക്കിത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ നമ്മൾ ഈ തലമുറയിലുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് ഒരു ചരിത്രപരമായിട്ടുള്ള കാൽവയ്പ്പാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. അതെന്തുകൊണ്ടാണ് എന്നുകൂടി ഞാൻ പറയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച നമ്മുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് റവന്യൂ എന്നുള്ളത് ഇന്ത്യയിൽ തന്നെ ഈ പറഞ്ഞ 75% ട്രാൻസ്ഷിപ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നത് ദുബായിലോ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ ശ്രീലങ്കയിലോ ഉള്ള തുറമുഖങ്ങളിലൂടെയായിരുന്നു. ഇപ്പം ആ വലിയ പടുകൂറ്റൻ കപ്പലുകളെല്ലാം തന്നെ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്ക് വളരെ സുഗമമായി വന്ന് നങ്കുരമിടുവാനും നമ്മുടെ സേവനങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് സംതൃപ്തരായി തിരിച്ചു പോകുവാനും ഈ കപ്പലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഏകദേശം 700 കപ്പലുകൾ തുറമുഖത്തിൽ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് ഡിസംബർ 2024 എന്ന് നിങ്ങൾക്കറിയാം. ജൂലൈ 2024 നമ്മൾ ട്രയൽ ഓപ്പറേഷൻസ് ആരംഭിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ ഏതൊരു സംരംഭമായാലും ഏതൊരു ഇത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യ വികസനമായാലും ആദ്യ വർഷത്തിൽ നമ്മളെല്ലാവരും പറയുന്ന പോലെ കുറച്ച് ടീത്തിങ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നു നമ്മൾ പറയും അല്ലേ. അപ്പോൾ ആദ്യ വർഷത്തിൽ കുറച്ച് മെല്ലെ മെല്ലെ ആയിരിക്കും ചുവടുകൾ വയ്ക്കുക എന്നാണ് സാധാരണഗതിയിൽ എല്ലാവരും പ്രതീക്ഷിക്കുക. അപ്പം ഞങ്ങൾക്കായിട്ട് ആദ്യ വർഷത്തിൽ 1 മില്യൺ TEUs എന്നുള്ള ഒരു ലക്ഷ്യമാണ് വെച്ചിരുന്നത്. പക്ഷേ 10 മാസത്തിനുള്ളിൽ തന്നെ ആ 1 മില്യൺ TEUs നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് 1.7 മില്യൺ TEUs നമ്മൾ നിൽക്കുകയാണ്. ഈ 700 കപ്പലുകളിൽ 40-ലേറെ കപ്പലുകൾ അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് ആണ്. അതായത് ലോകത്തിലെ ഏറ്റവും പടുകൂറ്റനായിട്ടുള്ള കപ്പലുകൾ, മദർഷിപ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കപ്പലുകളാണ് ഈ 40 എണ്ണം. അപ്പോൾ ഓരോ തവണ ഞങ്ങൾ ഏറ്റവും വലിയ കപ്പൽ വന്നു എന്ന് പറയുമ്പോഴും പിന്നെ സനൂപ് ഉൾപ്പെടെ മീഡിയ വൺ ടീം ഉൾപ്പെടെയുള്ളവർ എന്നോട് ചോദിക്കും, മാഡം കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ ഏറ്റവും വലിയ കപ്പലെന്ന്, ഈ ആഴ്ച വീണ്ടും അതിനേക്കാളും വലിയ കപ്പൽ എങ്ങനെ വന്നു? ഓരോ ആഴ്ചയും കപ്പൽ എങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്നോട് ചോദിക്കും, തമാശക്കാണെങ്കിൽ. അതിനുള്ള ഉത്തരം ഞാൻ അവരോടും പറയുക, കപ്പലെന്ന് പറയുമ്പോൾ പല ഡയമെൻഷൻസിലുള്ള ഈ പറയുന്ന വലിപ്പമുണ്ടല്ലോ നമുക്ക്. അപ്പോൾ ആദ്യം ഏറ്റവും നീളമുള്ള ഒരു കപ്പൽ വന്നു. ഏറ്റവും നീളം എന്ന് പറയുമ്പോൾ ഏകദേശം 400 മീറ്റർ നീളമുള്ളൊരു കപ്പൽ, 1/2 കിലോമീറ്ററോളം ആ കപ്പലിന് മാത്രം നീളമുണ്ട്. അപ്പോൾ അതൊരു പടുകൂറ്റൻ കപ്പലാണ്, വലിയ കപ്പൽ വന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ലാർജസ്റ്റ് വെസൽ സോഫാർ എന്ന് അന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും ആഴമുള്ള ഒരു കപ്പൽ വന്നു. അപ്പോൾ പറഞ്ഞു അതും ലാർജസ്റ്റ് വെസൽ സോഫാർ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ഡ്രാഫ്റ്റുള്ള ഒരു കപ്പൽ വന്നു. ആഴത്തിനും ഡെപ്തിനും ഡ്രാഫ്റ്റിനും തമ്മിലുള്ള വ്യത്യാസം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. അപ്പം ആഴം എന്ന് പറയുമ്പോൾ കപ്പൽ മാത്രം വരുമ്പോഴുള്ള ഒരു ആഴമുണ്ട്. ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഭാരം പേറി വരുന്ന കപ്പലിൻ്റെ ആഴമാണ്. നമുക്കറിയാവുന്ന പോലെ ഭാരം എത്ര കൂടുന്നോ അത്രയും അധികം കപ്പൽ താഴേക്ക് പോകും അല്ലേ. അപ്പോൾ ആ ഡ്രാഫ്റ്റ് എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് ഒരു തുറമുഖത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഒരു കപ്പലിൽ ഒരു പക്ഷേ 20,000 കണ്ടെയ്നർ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ 20,000 കണ്ടെയ്നർ കയറ്റി കഴിയുമ്പോൾ എത്ര ആഴത്തിലാണ് കപ്പൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഴത്തിലുള്ള കപ്പൽ വന്നു കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു പറഞ്ഞു, ഇപ്പം ഡ്രാഫ്റ്റ് ഏറ്റവും കൂടുതലുള്ള കപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ വാല്യമുള്ള കപ്പൽ, ഹയസ്റ്റ് വോള്യൂം എന്നുള്ളത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള കപ്പൽ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ 20,000 കണ്ടെയ്നർ അല്ലെങ്കിൽ 24,000 കണ്ടെയ്നർ കൊണ്ടുവന്നാലും അത്രയും കണ്ടെയ്നർ നമ്മുടെ തുറമുഖത്ത് തന്നെ ഇറക്കണം എന്നില്ല. ചിലപ്പോൾ 10 കണ്ടെയ്നർ ആയിരിക്കും ഇറക്കുക, ചിലപ്പോൾ 5,000 കണ്ടെയ്നർ ആയിരിക്കും ഇറക്കുക. ഓരോ കപ്പലിൻ്റെ ആവശ്യാനുസരണമല്ലേ അത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ മൂവ്സ് ഉള്ള കപ്പൽ എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ സവിശേഷതയും
നമ്മൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഈ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ കപ്പൽ വരാനുള്ള ആവേശത്തിലാണ് ഞങ്ങൾ ഓരോ ദിവസവും ഉള്ളത്. അപ്പോൾ ഇതുവരെയും ലോകത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ പറഞ്ഞ ഏറ്റവും വലിയ കപ്പലുകളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു. അത്രയും കപ്പലുകൾ, അത്രയും സവിശേഷതയുള്ള കപ്പലുകൾ, അല്ലെങ്കിൽ അത്രയും സൂപ്പർലേറ്റീവ്സ് ഉള്ള കപ്പലുകൾ വരവേറ്റിട്ടുള്ള ഇന്ത്യയിലെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളതിൽ നമുക്കും ഏറെ സന്തോഷിക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കപ്പലുകൾ തീർച്ചയായിട്ടും അങ്ങോട്ട് വരാനായി ഞങ്ങളും കാത്തിരിക്കുകയാണ് എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് എങ്ങനെയാണ് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഇന്നുകളെയും നാളുകളെയും ഒക്കെ മാറ്റിമറിക്കുന്നത് എന്നുള്ളത് കൂടി പറഞ്ഞാൽ മാത്രമേ ഞാൻ ആരംഭിച്ചത് പൂർണ്ണമാക്കാനായിട്ട് സാധിക്കൂ എന്നെനിക്കറിയാം. അപ്പോൾ ഇന്നലകളെക്കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് ഈ ജൈത്രയാത്രയിൽ ഏർപ്പെടുമ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും സാർത്ഥകമാക്കാൻ സാധിക്കുന്നത് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ കൊണ്ടുവരിക, ഏറ്റവും ഈ പറഞ്ഞ ഉന്നതമായ ശ്രേണിയിലുള്ള കപ്പലുകളും വ്യവസായവും കൊണ്ടുവരിക, ഏറ്റവും നല്ല പ്രവർത്തനക്ഷമത കാഴ്ചവെക്കുക, ഏറ്റവും നല്ല സേവന മികവ് ഉറപ്പുവരുത്തുക എന്നുള്ളതിനൊപ്പം വിഴിഞ്ഞം എന്നുള്ള ആ പ്രദേശം, നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങളെ ഒപ്പം കൂട്ടുക എന്നുള്ളത് കൂടിയാണ്. അപ്പം അതിനും വേണ്ടി നമ്മൾ പരമാവധി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു തുടർ പ്രക്രിയയാണ് എന്ന് വേണം പറയാൻ. ഒരിക്കലും അത് ചെയ്തു തീരില്ല എന്നുള്ളതും പൂർണ്ണമായിട്ടും അറിയാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മൾ ഏതൊരു പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി എന്നുള്ളത് ആരംഭിച്ചാലും ആദ്യം നമ്മൾ ചിന്തിക്കുക ഭൂമിയുടെ ലഭ്യതയെക്കുറിച്ചാണ്, അല്ലേ? അപ്പോൾ ഭൂമി എന്നുള്ളത് ഏറ്റവും നമുക്ക് വിലപ്പെട്ട ഒരു സ്രോതസ്സായതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖം നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് ഒരു വ്യക്തിയോ ഒരു വീടോ അവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ടി നമുക്ക് വന്നിട്ടില്ല, അവരുടെ ഭൂമി ഏറ്റെടുത്തതിനാൽ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ തുറമുഖം എങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാം നമ്മൾ കടലിൽ നിന്നും ഭൂമി വീണ്ടെടുക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പം ഇതുവരെ നമ്മൾ വീണ്ടെടുത്ത ഭൂമിയും ഇനി അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മളിപ്പോൾ തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇനി ഏറ്റെടുക്കുന്ന ഭൂമിയും എല്ലാം തന്നെ നമ്മൾ കടലിൽ നിന്നും വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 60 ഹെക്ടർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയും 50 ഹെക്ടറിലേറെ നമ്മൾ ഭൂമി കടലിൽ നിന്നും വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അനേകം ജനങ്ങൾക്ക് അവിടെ കടലിനെ ആശ്രയിച്ച് ഉണ്ടായിരുന്ന ജീവനുപാധി നഷ്ടമായി, അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജീവനുപാധിക്കുള്ള നഷ്ടപരിഹാരം നമ്മൾ അവിടുത്തെ ജനങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ 117 കോടി രൂപ ജീവനുപാധി നഷ്ടപരിഹാരത്തിൻ്റെ വകയിൽ തന്നെ നാം വിഴിഞ്ഞത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിലും പ്രധാനമായി, അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായ ഏറ്റവും, ഞാൻ എവിടെ പോയാലും വിഴിഞ്ഞത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തിപരമായ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാങ്കേതിക മികവും പ്രവർത്തനക്ഷമതയും ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ലോകത്തിലെ ഏറ്റവും ആധുനികവൽക്കരിച്ച ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയിലുള്ള ക്രെയിനുകൾ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലുണ്ട്. അത് നിയന്ത്രിക്കുന്ന വ്യക്തികൾ, അതിൽ 9 പേർ വനിതകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ എത്തിച്ചേർന്നപ്പോഴും ഇന്ത്യ മാരിടൈം വീക്ക് ആഗോളതലത്തിൽ നടത്തിയപ്പോഴുമൊക്കെ സർക്കാർ വളരെയധികം അഭിമാനത്തോടു കൂടി എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയാണ്. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് വനിതകൾ ക്രെയിൻ ഓപ്പറേറ്റേഴ്സായി സേവനമനുഷ്ഠിക്കുന്നത്. അതിനുള്ള ഒരു തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയ മാറ്റങ്ങൾക്ക് വാതിലുകൾ തുറക്കുന്ന ഒരു ചെറിയ ചുവടായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ 9 വനിതകൾ അവിടെ ഉള്ളവർ 7 പേർ വിഴിഞ്ഞം പ്രദേശത്ത് തന്നെ ഉള്ളവരാണ്. നമ്മൾ അവരെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേകമായി പരിശീലനം നൽകിക്കൊണ്ട് ഈ പടുകൂറ്റൻ ക്രെയിനുകൾ 100 മീറ്റർ 110 മീറ്ററൊക്കെ ഉയരത്തിൽ പോകുന്ന ക്രെയിനുകളാണ് നമ്മൾ ഈ പറയുന്ന
ആയിരക്കണക്കിന് ടണ്ണുള്ള കണ്ടെയ്നറുകൾ പൊക്കിയെടുക്കുന്ന ക്രെയിനുകളാണ്. അപ്പോൾ ഈ ക്രെയിനൊക്കെ അവരിരുന്ന് അവിടെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ സാധാരണ ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ജോയ്സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും വളച്ചും ഓടിച്ചും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതും കൂടി എങ്ങനെയാണ് സാങ്കേതിക വിദ്യ ലിംഗവിവേചനത്തിന് ഒരു ഉത്തരമായി മാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു എടുത്തുകാട്ട് കൂടിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഏത് മേഖലയിലാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും, സാധാരണഗതിയിൽ ഒരു ക്രെയിൻ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. ഇപ്പം എൻ്റെ മോൻ്റെ കളിപ്പാട്ടത്തിലൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ക്രെയിൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മേളിൽ ഒരു ചെറിയൊരു ക്യാബിൻ കാണും, അതിൻ്റെ അകത്തൊരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയ ചേട്ടനും കാണും. അപ്പോൾ ഈ പറയുന്ന ക്യാബിനും ചേട്ടനും ഒന്നും വിഴിഞ്ഞത്തെ ക്രെയിനിൽ കാണില്ല. കാരണം ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം ആ ക്രെയിനിൽ, ആ ഉയരത്തിൽ ആ ക്രെയിനിന് ആവശ്യമില്ല, ആ സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യമില്ല. അപ്പോൾ വളരെയേറെ കായിക അധ്വാനവും കായിക ശേഷിയും ആവശ്യമുണ്ടായിരുന്ന ഒരു ജോലിയാണ് അത്. ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റിക്കൊണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ TV റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് പോലെ നമുക്ക് റിമോട്ട്ലി ഓപ്പറേറ്റഡ് ക്രെയിൻസായിട്ട് അവയെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അത്തരത്തിൽ സാങ്കേതിക വിദ്യകൾ ഏത് തലത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ വിമൻ എംപവർമെൻ്റ് അല്ലെങ്കിൽ വനിതാ ശാക്തീകരണം, ലിംഗവിവേചനം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളുടെ കാര്യം മാത്രമേ ഓർക്കാറുള്ളൂ. പക്ഷേ എങ്ങനെയാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ലിംഗവിവേചനത്തിന് ഒരു അടിക്കുറിപ്പ് എഴുതാം എന്നുകൂടി നമുക്ക് ആലോചിക്കേണ്ടതായിരിക്കുന്നു. ഇപ്പോൾ വിഴിഞ്ഞത്തെ ഓപ്പറേഷണൽ പ്ലേസ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഈ കപ്പലിൽ നിന്നും നമ്മൾ കണ്ടെയ്നർ എടുക്കുന്നതും അതുപോലെ അത് യാർഡിൽ വെക്കുന്നതും തിരിച്ചു വെക്കുന്നതുമായിട്ടുള്ള ഒരു നമ്മുടെ ഓപ്പറേഷണൽ ഏരിയയിൽ ആകെ മനുഷ്യ സാന്നിധ്യം ഉള്ളത് ഈ ട്രെയിലർ ട്രക്കുകളിൽ മാത്രമാണ്. ട്രക്കുകൾ ഓടിച്ചുകൊണ്ട് വരുന്നത് ഇപ്പോഴും നമ്മുടെ ഡ്രൈവർമാരാണ്, നമ്മുടെ അവിടെ പ്രദേശത്തുള്ള സ്കിൽഡായിട്ടുള്ള ഡ്രൈവേഴ്സാണ്. അതും നമുക്ക് ആ ഒരു ഏരിയ മൊത്തം, അതായത് അതൊരു വളരെ ഹസാർഡസ് ഏരിയ ആണെന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അപകടകരമായിട്ടുള്ള തൊഴിൽ മേഖലകളിലെല്ലാം തന്നെ ആ പ്രദേശത്ത് നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവർലെസ് ട്രക്കും നമ്മൾ കൊണ്ടുവരാനായി രണ്ടാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത മീഡിയ വൺ ബിസിനസ് കോൺക്ലേവിന് വരുമ്പോൾ ഡ്രൈവർലെസ് ട്രക്സും വിഴിഞ്ഞത്തുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അങ്ങനെ ഓരോ പടിയിലും എങ്ങനെയാണ് സ്വയം വെല്ലുവിളിക്കുക എന്നുകൂടി പഠിപ്പിച്ച ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എന്നെ പഠിപ്പിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കേരളം സ്വയം പഠിപ്പിക്കുകയാണ്. കേരളത്തെ തന്നെ എങ്ങനെയാണ് ഇനിയും മെച്ചപ്പെടാനായി എനിക്ക് എന്നെ സ്വയം വെല്ലുവിളിക്കാനാവുക എന്നുള്ള ഒരു ചോദ്യം ഏതൊരു സംരംഭത്തിൻ്റെയും ഏതൊരു വ്യവസായിയുടെയും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അനിവാര്യമാണ്. ആ അനിവാര്യതയുടെ ഒരു മുഖമുദ്രയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് ഞങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി വരും നാളുകൾ നമ്മൾ രണ്ടാം ഘട്ടം എന്ന് ഇപ്പോൾ പറയാനാകില്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 2015 നമ്മൾ കരാർ ഒപ്പിട്ടിരുന്നപ്പോൾ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2045 പൂർത്തിയാക്കും എന്നായിരുന്നു അതിൽ നമ്മൾ തീരുമാനിച്ചിരുന്നത്. നവംബർ 2024 കൺസെഷനെയറുമായി കേരള സർക്കാർ മറ്റൊരു സപ്ലിമെൻ്ററി കരാർ ഒപ്പുവയ്ക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ 17 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2028 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സമ്പൂർണ്ണ വികസനം നമ്മൾ പൂർത്തിയാക്കും. അങ്ങനെ വികസനം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ഇപ്പോഴുള്ള 1 മില്യൺ TEUs നിന്നും നമ്മുടെ സ്ഥാപിത ശേഷി ഏകദേശം 5.7 മില്യൺ TEUs ആയിട്ട് നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനോടൊപ്പം വരാൻ പോകുന്ന മറ്റു മാറ്റങ്ങൾ ഒരുപക്ഷെ അതിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാവുക. കാരണം കണ്ടെയ്നർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു മേഖലയാണ് എന്നെനിക്കറിയാം. അപ്പോൾ ക്രൂസ് ടെർമിനലിൻ്റെ വികസനം മുതൽ നമുക്ക് വിനോദസഞ്ചാരം, അതിനോടൊപ്പം തന്നെ ലിക്വിഡ് കാർഗോ, ഡ്രൈ കാർഗോ, ബൾക്ക് കാർഗോ എന്നിങ്ങനെ
മറ്റ് സവിശേഷതകളും മൂല്യാധിഷ്ഠിതമായ ട്രാൻസ്ഷിപ്മെൻറ്റും ഒക്കെ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. ഇപ്പോൾ അടുത്ത മാസം മുതൽ നമ്മൾ ട്രാൻസ്ഷിപ്മെൻറ്റിൽ നിന്നും ഒരല്പം കൂടി ഉയർന്നുകൊണ്ട് ഗേറ്റ് വേ കാർഗോ ആരംഭിക്കാനായിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും കാര്യശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാണ്. അതിന് എല്ലാവരുടെയും ഊർജ്ജസ്വലമായിട്ടുള്ള സഹകരണം ഉണ്ടായിരിക്കണം എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നമുക്ക് തുറമുഖ അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായവൽക്കരണം, രാവിലെ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹവും ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചേരാമെന്ന് സൂചിപ്പിച്ചിരുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയും എല്ലാവരും വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട തുറമുഖ അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായവൽക്കരണത്തിന് ഏറെ പടവുകൾ എടുക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ വ്യവസായവൽക്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ മറ്റു പോർട്ടിനെ അപേക്ഷിച്ച് വിഴിഞ്ഞത്ത് എന്നുള്ള ഒരു താരതമ്യം എപ്പോഴും വരാറുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയാൽ പോർട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ ജനജീവിതത്തിൽ നിന്നും ഒരുപാട് മാറിയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കൺസെഷനെയറുടെ തന്നെ മറ്റൊരു പോർട്ടുണ്ട്, മുന്ദ്ര പോർട്ട്. നോക്കിയാൽ അതിന് ചുറ്റും, പോർട്ടിന് ചുറ്റും എനിക്ക് തോന്നുന്നു ഏകദേശം 20,000 ഏക്കർ സ്ഥലം എന്തോ അതിന് മാത്രമായിട്ട് വേണ്ടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാതൃക അല്ല വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത്. അപ്പോൾ തുറമുഖ അധിഷ്ഠിത വ്യവസായവൽക്കരണം എന്ന് പറയുമ്പോഴും അതിലും നമ്മൾ മാറി ചിന്തിക്കുകയും മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നിലവിലുള്ള ഒരു പക്ഷേ തുറമുഖങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വിഴിഞ്ഞത്തെ നോക്കുന്നതിൽ ഒരർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഫോർമലായിട്ട് ഞങ്ങൾ അനൗൺസ്മെൻറ്റ് അടുത്ത ഒരു 2 ആഴ്ചക്കുള്ളിൽ നടത്തും. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മൾ, അതായത് വിസിൽ 3 പബ്ലിക് സെക്ടർ കമ്പനീസുമായി MOUവിൽ ഏർപ്പെടാനായി തയ്യാറായി നിൽക്കുകയാണ്. നമ്മൾ അടുത്ത സേവനം എന്നുള്ള നിലയിൽ ബങ്കറിങ് നമ്മൾ ആരംഭിക്കുകയാണ്. അതായത് നമ്മുടെ കപ്പലുകൾക്ക് വന്ന് ഫ്യൂവൽ എടുത്തിട്ട് പോകാനുള്ള ഒരു വ്യവസ്ഥയായിരിക്കും അത്. അപ്പോൾ IOCLുമായി നമ്മളിപ്പോൾ കരാർ ഒപ്പിടാനായി തയ്യാറായി നിൽക്കുകയാണ്. അടുത്തൊരു 10 ദിവസത്തിനുള്ളിൽ നമ്മൾ IOCLുമായിട്ടുള്ള കരാർ ഒപ്പിടും. അതുപോലെ തന്നെ CWCയുമായും കോൺകോറുമായും എല്ലാം നമ്മൾ ഈ മാസം തന്നെ കരാർ ഒപ്പിടാനായി തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ വ്യവസായവൽക്കരണത്തിൻ്റെ ഓരോരോ പടവുകളായി നമ്മൾ മുന്നോട്ട് കാണുന്നു. ഒപ്പം ടണൽ റെയിലും റോഡും കണക്ടിവിറ്റിയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടെൻഡർ പബ്ലിഷിങ്ങും നമുക്ക് അടുത്ത മാസം തന്നെ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വിശേഷങ്ങൾ ഇങ്ങനെ പലതും പറഞ്ഞു പോകാം, പക്ഷേ സമയത്തിൻ്റെ പരിധിയുണ്ട് എന്ന് എനിക്കറിയാം. ആകത്തുകയായി എനിക്ക് നിങ്ങളുടെ മുന്നിൽ നൽകുവാനുള്ള അല്ലെങ്കിൽ സമർപ്പിക്കാനുള്ള അഭ്യർത്ഥന എന്നുള്ളത് ഇത്രമാത്രമാണ്. വികസനത്തിൻ്റെ ഒരു മുഖമുദ്രയായി നമുക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു വലിയ സാധ്യതയാണ് ഇന്ന് തുറന്നു തന്നിരിക്കുന്നത്. ഓരോ തവണയും അങ്ങോട്ട് പോകുമ്പോൾ അവിടെയുള്ള ആ പ്രദേശത്തുള്ള അവിടെ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ അമ്മയുടെയും കൈപിടിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ അത് നടക്കുമോ എന്നറിയാതിരുന്ന കാലത്ത് ഉള്ളിലൊരു വിങ്ങലുണ്ടായിരുന്നു. ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതിരുന്ന ഒരു കാലത്ത്. ഇന്ന് അത് നടന്നു എന്ന് കാണുമ്പോൾ അവരുടെ ഉള്ളിലൊരു അഭിമാനമുണ്ട്. നാളെ അവരുടെ മക്കൾക്ക് അവരെ പോലെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഇത്രയും അധികം അധ്വാനിച്ച് സാഹസികമായി തൊഴിലെടുത്ത വ്യക്തികളെ പോലെ അല്ലാതെ അതിലും മെച്ചപ്പെട്ട ഒരു ഭാവിയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അവരുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. തങ്ങളുടെ മക്കളുടെ ജീവിതം എന്നുള്ളത് ഇനി സുരക്ഷിതമാണ്, ശോഭനീയമാണ്. അവരുടെ ഭാവിക്ക് അനന്തമായ സാധ്യതകളാണ് ഇത് തുറന്നു തരുന്നത് എന്നുള്ളത് അവരുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. ആ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ ഉത്തേജനമായി മാറേണ്ടത്. നമ്മുടെ വളർച്ച എന്നുള്ളതിലുപരിയായി അത് നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അത് ജനിപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും അത് നൽകുന്ന ഒരു ഉറപ്പും.
ആ ഉറപ്പിന് നമുക്ക് ഓരോരുത്തർക്കും കാവലാളായി നിൽക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഇനിയും ഇനിയും തഴച്ചു വളരുവാൻ പരസ്പരം സഹായവും സഹകരണവും ഊർജവും ഒക്കെ നൽകാൻ ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.